ഹലോ. രാവിലത്തെ വീഡിയോ കണ്ടില്ലേ? ഞങ്ങൾ സ്റ്റെപ്സ് ഇറങ്ങി പോകുന്നു, നടക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്നത്തെയും പോലെ ഇന്ന് നല്ല വർക്കൗട്ട് ഒക്കെ ചെയ്ത് കുറേ കാലറീസ് ഒക്കെ ബേൺ ചെയ്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങളൊരു രണ്ടാമത്തെ ഫ്ലോർ എത്തിയപ്പോഴത്തേക്കും മേലെ മൂത്ത കുട്ടി കിടന്ന് കരയുന്ന ഒച്ച കേട്ടു. എന്നുവെച്ചാൽ ഞങ്ങൾ പോന്നു കഴിയുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ് റൂമിലുള്ളത്. സോ പുള്ളി കിടന്ന് കരയാൻ തുടങ്ങി. സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. എന്തായാലും അവൻ എണീക്കുമ്പോൾ ഒരു 6:30 ആവും. അപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അവൻ കിടന്ന് കരയുന്ന ഒച്ചയായിട്ട് ഞങ്ങൾ ഓടിച്ചാടി തിരിച്ചെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി കട്ടിലയിൽ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കരച്ചിലാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇട്ടിട്ട് പോകാനും തോന്നിയില്ല. അങ്ങനെ ഇന്ന് രാവിലെ നടക്കുന്ന കലാപരിപാടികളൊന്നും നടന്നിട്ടില്ല. ഇന്ന് വർക്കൗട്ട് ഒന്നും ചെയ്തിട്ടില്ല, വീട്ടിലും ചെയ്തിട്ടില്ല, നടക്കാനും പോയിട്ടില്ല കേട്ടോ. സമയം 12:30 ആയിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഒരു മീറ്റിംഗിലായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. കുറച്ച് വിശന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ആപ്പിളാന്നല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ഞാൻ ആപ്പിളിൽ നിന്ന് ഒരു മോചനം നേടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഗ്രേപ്സ്. ഇന്ന് ഗ്രേപ്സ് കഴിച്ചിട്ടാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. കുറേ നാളായി ഗ്രേപ്സ് കഴിച്ചിട്ട്. ഇന്നലെ ഇപ്പൊ വാങ്ങിയിട്ട് വന്നായിരുന്നു. സോ ഇന്ന് ഗ്രേപ്സ് എടുത്തോണ്ട് വന്നു. ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊരു റെസ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ട് ഗ്രേപ്സ് എടുത്തിട്ട് വന്നാണ്. സോ ഗ്രേപ്സ് കഴിച്ച് നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാം. ഇതുവരെ 2 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ ഡെയിലി വിചാരിച്ചിട്ടാട്ടോ ഓഫീസിലേക്ക് വരുന്നത്. നടക്കാറില്ല. അതുകൊണ്ട് അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു 3 ലിറ്റർ ഇല്ല 3.5 ലിറ്റർ എന്തായാലും കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കാം എങ്ങനെ പോകുന്നു. അപ്പം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു. ലഞ്ച് ഞാൻ എന്തായാലും ഒരു 1 മണിയാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 1:15 ആകുമ്പോഴത്തേക്കും കഴിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് എനിക്ക് എൻ്റെ അടുത്ത മീറ്റിങ്ങിലേക്ക് കയറേണ്ട സമയമുണ്ട്, ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ലഞ്ച് ഞാൻ നേരത്തെ കഴിക്കും കേട്ടോ. 1/2 മണിക്കൂർ ഗ്യാപ്പ് ലഞ്ചിനും ഈ ഒരു സംഭവത്തിൻ്റെ ഇടയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തന്നെ നോക്കട്ടെ. എന്താണേലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഒരു രുചിയില്ലാത്ത മുന്തിരി കേട്ടോ, പുളിപ്പ. ഹലോ, ലഞ്ച് ടൈം ആണ്. ഇപ്പൊ 1 മണിയായിട്ടുണ്ട് കറക്റ്റായിട്ട്. കുറച്ചധികം ഒരു 1/4 മണിക്കൂറത്തെ ഗ്യാപ്പ് എന്നാണ്. എന്തായാലും 1/2 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ലഞ്ചിന് കൊണ്ടുവന്നേക്കുന്ന ചപ്പാത്തി. എണ്ണ ഒന്നും തേച്ചിട്ടില്ല. സാധാരണ ഞാൻ ചപ്പാത്തി കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് ഗീ ഒക്കെ തേക്കുന്നതാണ്, എന്നുവെച്ചാൽ ചുട്ടെടുക്കുന്ന സമയത്ത് കേട്ടോ. ഇന്ന് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. പ്ലെയിൻ ചപ്പാത്തി. പിന്നെ ബീട്രൂട്ട് തോരൻ. എനിക്ക് ബീട്രൂട്ട് തോരൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഹെൽത്തിയാണ്. തേങ്ങ ഒന്നും അരച്ചിട്ടിട്ടില്ല, തേങ്ങ ചെറിയതൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും ഉപ്പും, അത്രയല്ലേ ഉള്ളൂ. കടലയല്ല കടുക്, സോറി. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു ബോക്സ് ഫുള്ള് തോരൻ കറി ഉണ്ട്. പിന്നെ ഒരു 3 ചപ്പാത്തി ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ലഞ്ച് ഭയങ്കര എന്താ പറയാ, നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളി ലഞ്ചാണ്. അപ്പൊ നമുക്കിനി ലഞ്ച് കഴിക്കാം. നിങ്ങളൊക്കെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എടുത്തിട്ട് തന്നെയാണോ, അതോ നേരിട്ട് ലഞ്ചിലേക്ക് പോവാണോ? എന്താ അവസ്ഥ എന്നൊന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. എന്നാ ഞാൻ ലഞ്ച് കഴിക്കട്ടെ, ഇനി അടുത്ത മീലിന് കാണാം. ഹലോ, ഇപ്പൊ സ്നാക്സ് ടൈം ആണ്. സാധാരണ അങ്ങനെ ഒരു സ്നാക്സ് ടൈം എന്ന് പറഞ്ഞ് ഞാനൊന്നും കഴിക്കാറില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഗ്രേപ്സ് കൊണ്ടുവന്നു. ഇപ്പം ഞാൻ സ്നാക്സ് ടൈമിൽ കഴിക്കാൻ പോണത് ഈ ഒരു ആപ്പിളാണ്. അയ്യോ, ഈ ഒരു ഓറഞ്ചാണ്. പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് ഗൈസ്. ഡെയിലി ആപ്പിൾ തിന്നു ശീലിച്ചുകൊണ്ടാണ്. എനിവേസ്, ഇന്ന് സ്നാക്സിന് ഞാൻ എടുത്തേക്കുന്നത് ഓറഞ്ചാണ്. ഈ ഓറഞ്ച്, ഇതിന് എന്തോ ഒരു പേര് പറയട്ടെ. ഇത് ശരിക്കുള്ള മറ്റേ സാധാരണ ഓറഞ്ച് അല്ല, ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട്. അതെന്താന്ന് എനിക്കൊരു ഓർമ്മയില്ല. അപ്പൊ ഈ സാധനമാണ് കഴിക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഓറഞ്ച് കഴിക്കാം. എനിക്കൊന്ന് നമ്മൾ ഈ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ ആദ്യമായിട്ടാണോ സ്നാക്സ് കഴിക്കുന്നത്. എല്ലാ വീഡിയോയിലും ലഞ്ച് ഡിന്നറിലാണ് കാര്യങ്ങൾ അവസാനിക്കാറുള്ളത്. പിന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ആപ്പിളും നോക്കാം. ഇന്നിപ്പോൾ ഒരു സ്നാക്സും കൂടെ ഉണ്ട്. എങ്ങനെ പോകുന്നു നോക്കാം. എങ്ങനെ പോകുന്നു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
നല്ല പുളി. ഇന്ന് ഞാൻ ഡിന്നറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാം. എന്താണ് ഡിന്നർ എന്നുള്ളത്? അപ്പൊ ഡിന്നർ ടൈമാണ്. 6:15 ഡിന്നർ ഇന്ന് എന്താ പറയുക, എനിക്ക് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് വിശക്കുന്നത്. രാത്രിയിൽ അങ്ങനെ വിശക്കാറില്ല. ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി. എന്താ വെച്ചിട്ടുണ്ട്, ഇതിന് മുമ്പാണെങ്കിലും 6 നമ്മൾ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും 6-6:15 ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ബോഡി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു സമയം നല്ല വിശപ്പായിരിക്കും. സോ ഞാൻ ഇന്ന് എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ചാൽ കോൺഫ്ലേക്സ്. ഈ ഡബ്ബ ഫുൾ കോൺഫ്ലേക്സ്. ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നന്ദിനീൻ്റെ ടോൺഡ് മിൽക്ക്. ഈ ഒരാൾ ചോദിച്ചിട്ടാണ് ടോൺ മിൽക്ക് ആണോ സ്കിംഡ് മിൽക്ക് ആണോ നല്ലതെന്നുള്ളത്. സ്കിംഡ് മിൽക്കാണ് നല്ലത്. ഫാറ്റ് കണ്ടന്റ് ടോൺ മിൽക്കിനെ കഴിഞ്ഞും കുറവാണ് കേട്ടോ. പിന്നെ എനിക്കിതും ഇതിൻ്റെ ഒരു ടേസ്റ്റുമായിട്ട് ഞാൻ അഡ്ജസ്റ്റഡ് ആണ് കുറച്ച് കാലമായിട്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ഡിന്നർ കഴിക്കാം. പറഞ്ഞ പോലെ ഗുഡ് ലൈഫിൻ്റെ മിൽക്കും പിന്നെ കോൺഫ്ലേക്സ് ആണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഇനി ഇതൊന്നുമില്ല, ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതൊന്ന് കുറച്ചൊന്ന് എന്താ പറയുക അബ്സോർബ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ എങ്ങനെ 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കാമെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചില ഓപ്ഷൻസ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഇതിങ്ങനെ ഉണ്ടാവും, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഇതൊരു 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഇച്ചിരി കട്ടിക്ക് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇതാണ് കഴിക്കാൻ പോകുന്നത് എൻ്റെ ഡിന്നറായിട്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവരും എന്ത് വന്നാലും ഗിവ് അപ്പ് ചെയ്യാതെ കുറച്ച് ദിവസം കേട്ടോ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മുടെ എന്താണോ ഗോൾ അത് എത്തുന്നിടം വരെ ഗിവ് അപ്പ് ചെയ്യരുത്. നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ ഏത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ആദ്യത്തെ 1 കിലോ കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു 10 കിലോ കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീലിങ്ങിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. വേറെ എവിടെയെങ്കിലും പോകണം അപ്പോൾ മോട്ടിവേഷന് വേണ്ടിയിട്ട്. സോ ഡോണ്ട് ഗിവ് അപ്പ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വെയിറ്റ് ലോസിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഇസ് അശ്വതി രജിത്ത്. ബൈ.